ഇത് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ല വെറൈറ്റിയാണ്. എപ്പോഴും നന്നായി ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിലിപ്പോൾ 2 ബഡ് ഇതിൽ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, പിന്നെ ഒരു ബഡും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വലിയ എതള് കൂടെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വിരിയിച്ചു കൊടുക്കണം, അല്ലാതെ തന്നെ വിരിയില്ല. അപ്പോൾ നമ്മളൊന്ന് വിരിയിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വിരിയിച്ച് കാണിച്ചു തരാനുള്ളത്. അതായത് ഇത് വിരിയാൻ സാധ്യതയുണ്ട്, പക്ഷെ വിരിയാൻ കുറെ ടൈം എടുക്കണോണ്ട് ഇത് ജസ്റ്റ് വിരിയിച്ച് കാണിച്ചു തരാൻ കേട്ടാ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ കൂട്ടുകാരൻ നിതിൻ്റെ വീട്ടിൽ വന്ന് എടുക്കാനിട്ടാ. അപ്പോൾ അവൻ്റെ ചേട്ടൻ കുറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ്റെ വീടിൻ്റെ മുറ്റത്ത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, ആമ്പലും താമരയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിതിൻ്റെ ചേട്ടൻ തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ ആളിതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞു തരും. കാണുന്നത് നിവേദ ചേട്ടൻ്റെ ഉള്ളൊരു താമരയുടെ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആളോട് നമുക്ക് ചോദിക്കാം കേട്ടോ. ചേട്ടത് ഏതാ ഈ സാധനത്തിന്റെ പേരെന്താ? ഇത് നമ്മോ എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ വിഭാഗത്തിൽപ്പെട്ട താമരയാണ്. നന്നായി ഫ്ലവർ ഇടുന്ന ഒരു താമരയാണ്. ഇതിപ്പോ നമുക്ക് ഓരോ ലീഫിന്റെ ഒപ്പം ഓരോ ഫ്ലവർ ഇങ്ങനെ വരും. ഇതിപ്പോ മുന്നേ വിരിഞ്ഞിട്ട് പോയതാണ്. ഈ കാണുന്നത് അങ്ങനെ ലീഫുമ്മ വിരിഞ്ഞിട്ട് പോയതാണ് കേട്ടോ. ഓരോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോ ഇതിന് സ്റ്റാൻഡിങ് ലീഫ് എന്നാണ് പറയാ. ഓരോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലീഫ് വരുമ്പോ ഇതേപോലെ ഒരു ഫ്ലവർ അതിന്റെ കൂടെ വരും. ലീഫിനും ഓരോ ഫ്ലവർ വരും. അടുത്തതായിട്ട് ഇത് ഏതാ സാധനം? ഇത് സംഭവം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിലിപ്പോ ഫ്ലവർ ആയിട്ടില്ല, ഇതൊരു 10-15 ദിവസം കൂടി വലുതാവാൻ എടുക്കും. ഇപ്പൊ അതിന്റെ ഒരു ബഡാണ്. ഇതിന് മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വിരിയാറായിട്ടുണ്ട് അല്ലേ? എത്ര ദിവസം എടുക്കും? 15 ദിവസമാണ് ഇതിന്റെ. ആദ്യം ഒരു ചെറിയ ബഡ് വന്നിട്ട് പിന്നെ ഹൈറ്റ് ആയി വിരിഞ്ഞു വരുമ്പോ ഒരു 15 ദിവസമാണ് എടുക്കുക. ഇതില് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഗപ്പികളൊക്കെ. ഇതെന്തിനാ ഈ ഗപ്പീനെ എങ്ങനെ ഇടുന്നത്? അത് നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിൽ വെള്ളം കെട്ടിക്കല്ലേ, അപ്പൊ ഒരു കൂത്താടികൾ വരാണ്ടിരിക്കാനായിട്ടാണ്. അതിന് വേണ്ടിട്ടാണ് ഇട്ടിരിക്കണത് അല്ലേ? സാധനം ഇത് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ല വെറൈറ്റിയാണ്. എപ്പോഴും നന്നായി ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിലിപ്പോൾ 2 ബഡ് ഇതിൽ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, പിന്നെ ഒരു ബഡും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനുള്ളിൽ എന്ത് സംഭവം? തേനുണ്ടാവും, അത് കുടിക്കാനായിട്ട് തേനീച്ച വന്നിരിക്കുന്നത്. തേനീച്ചകളാണ് എന്ത് സംഭവം? ഇത് റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു താമരയുടെ പൂവ് കഴിഞ്ഞിട്ടുള്ള അതിന്റെ വിത്ത് ഉണ്ടാവണ ഒരു. ഈ കാണുന്നത് വിത്താണ് അല്ലേ? അത് വിത്ത് നമ്മള് പറിച്ചെടുത്ത് മുളപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിണ്ടായിരുന്നു, മുളച്ചിട്ടുണ്ട്. അതല്ലേ ഈ കാണാണ് അതിന്റെ വിത്ത് കേട്ടോ. ഇത് അതിന്റെ വിത്താണ് മുളച്ച്. ഇപ്പൊ ഈ കാണുന്നത് അതിന്റെ വിത്താണ്. ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട താമരയുടെ വിത്താണ് കേട്ടോ. അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു ആമ്പൽ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിന്റെ പേര് കൈലോർഗം എന്നാണ് ഇതിന്റെ പേര്. ഇതിലിപ്പോ ഫ്ലവർ ഇല്ല, ഡെയിലി ഫ്ലവർ വരികയാണ് ഒരു വിഭാഗം തന്നെയാണ്. ഇതില് ഗപ്പീനെ ഇട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് പ്ലാന്റ് റെഡ് അല്ലേ? അതെ അതെ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കോഴിയൊക്കെ ഓടുന്നുണ്ട്. ഈ കാണുന്ന ചെടി എന്നിട്ടാ അതിന്റെ പേര് ബാൽസ് എന്നാണ്. നമുക്ക് ഇതിന്റെ അടുത്തൊരു 4-5 കളർ വെറൈറ്റി ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, ചോപ്പ് ഉണ്ട്, അങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട്. ഇത് ബുച്ച എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഫ്ലവർ വിരിഞ്ഞിട്ട് 3-4 ദിവസമായി. ഇതിപ്പോ മഴയത്താകെ ചീഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഫ്ലവർ. 3-4-5 ദിവസം ഇതിന്റെ ഫ്ലവർ. നമ്മൾ മുമ്പ് കണ്ട സാധനത്തിന് എത്ര ഭംഗി വരുമോ? വരും. അതിൽ കുറച്ചും കൂടി ഇതും എന്ത് മുള്ളു പോലെ? അതെ. ഇതിപ്പോ എന്താ സംഭവം? ഇത് ബുൾസൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആമ്പലാണ്. ഇതിലിപ്പോ ഫ്ലവർ ഇല്ല, ബഡ് വന്നിട്ടുണ്ട്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് വിരിയും. ഇതിനുള്ളിൽ നമ്മള് ഗപ്പിനെ ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടുള്ള ഒരു താമര തന്നെയാണ്. ഇതിപ്പോ പ്ലാന്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഇതില് ബഡ് ഒന്നും വന്നിട്ടില്ലേ. ഇപ്പൊ കുറച്ച് നാൾ അതിലിപ്പോ നമ്മൾ ആമ്പലിന്റെ തെയ്യ് ഇങ്ങനെ മുളപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ കൈലാർഗോ എന്ന് പറഞ്ഞിട്ടുള്ള തെയ്യാണ്. പിന്നെ ഇതും ഇപ്പൊ അടുത്ത് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുള്ള വേറൊരു ചെടിയാണ്. ഇത് വാട്സാന എന്ന് പറയുന്ന ഒരു താമരയുടെ വെറൈറ്റി ആണ്, പുതിയ വെറൈറ്റി ആണ്. ഇതിലും ഫ്ലവർ വന്നിട്ടില്ല. ഇനി അടുത്ത 2 ലീഫിന്റെ ഒപ്പം ഫ്ലവർ വരുന്നു വിചാരിക്കുന്നു. ഇത് ഒരു ആമ്പല വിഭാഗത്തിൽപ്പെട്ട യെല്ലോ കളർ ആമ്പല വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇതില് നമുക്ക് ഇതിന്റെ പുതിയ തൈ ഉണ്ടാവുന്നത് ഇത് കണ്ട ലീഫിൽ നിന്നാണ് പുതിയ തൈ വരിക. നമുക്ക് ഒരു വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ലീഫ് വെറുതെ ഇട്ടെടുത്ത തൈ വരും. ലീഫ് വെറുതെ വെള്ളത്തിൽ മുക്കിട്ടാ മതി. ഇത് വെള്ളത്താമരയുടെ സാധനം ചേട്ടൻ പറഞ്ഞത് കേട്ടാ. ഇതിന് മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? മുട്ട ഒരു മുട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കഴിയും വിരിയാനായിട്ട്. ഇതേറെ ചെടി ഇത് ഈ സംഭവം? അത് നമ്മൾ അഡീനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. അഡീനിയം അല്ലേ?
ഇതേതാ ബ്ലൂമർ ആണ്, രാത്രി പൂ വിരിഞ്ഞിട്ട് നിക്കണതാണ്. ഇപ്പൊ ഫ്ലവർ ആയിട്ടില്ല അതില്. നീലത്താമര പോലത്തെ ആണോ? തന്നെ അല്ല, അത് പിങ്ക് കളർ വെറൈറ്റി ആണ്. പിങ്ക് കളർ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. വേറെ ഒന്നും ആയിരുന്നില്ല, നമ്മുടെ കൂട്ടുകാരൻ്റെ ചേട്ടൻ, അതായത് നിവേദ് ചേട്ടൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ താമരകളും കാര്യങ്ങളൊക്കെ കാണാനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ കാണുന്ന പോലത്തെ താമരകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആളിനെ വിളിക്കുക. അപ്പോൾ ആള് കുറച്ച് തൈകളും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടെന്നാണ് ഇവിടെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആളുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.